ഹലോ ഹലോ ഭയങ്കര ഫോർമലായി പോയി. ആക്ച്വലി എനിക്കറിയാം സ്മിത ചേച്ചി കാണുമ്പോൾ ഇപ്പൊ എന്റെ വീഡിയോസിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം അപ്സര സ്ഥിരം സ്മിത ആൽബീൻ ക്ലിനിക്കിലാണോ പോണേ, അതെ അവിടെയാണോ പോണേന്ന് ഇപ്പൊ ഓൾറെഡി എല്ലാവരും ചോദിച്ചു തുടങ്ങി. കൂടുതൽ എന്റെ പേജിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. സോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും വന്നേക്കാണ്. വേറൊന്നുമല്ല, വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ആയിട്ടൊന്ന് സുന്ദരി ആവണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈഡ്ര ചെയ്തിട്ട് ഞാൻ ഇതുവരെ ചെയ്ത ഹൈഡ്രയെക്കാട്ടിലും കുറച്ചും കൂടി എന്തോ എക്യുപ്മെന്റ്സ് ഒക്കെ കുറെ എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും എന്റെ ഫേസും സ്കിന്നൊന്നും കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ അത് പറ്റില്ല, നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ ആഫ്റ്റർ കെയർ ഒക്കെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ അറിയാം, നമ്മളൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കഴിയും, ആ ട്രീറ്റ്മെന്റ് കഴിയും, നമ്മൾ പൈസ കൊടുക്കും, നമ്മൾ തിരിച്ചു പോകും. പിന്നെ വീണ്ടും നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ വീണ്ടും നമ്മൾ ക്ലിനിക്ക് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, കറക്റ്റ് നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് സ്മിത ചേച്ചി പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ചെയ്താൽ മാത്രം പോരാ, അന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ സ്കിന്നൊക്കെ ഞാൻ കുറച്ചൊന്ന് കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യത്തെ ഹൈഡ്ര എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. സെൻസിറ്റീവ് സ്കിന്നും കൂടെ അല്ലേ, അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡാർക്ക് ആവും. മീൻസ് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് ഡാർക്ക് ആവുന്നു. പക്ഷെ ആദ്യത്തേന്നും കുറച്ച് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പിമ്പിൾസ്, മേക്കപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കെയറിങ് അത്യാവശ്യമായിട്ട് വരും. അത് ഞാൻ ഈ സെക്ഷനിൽ പറഞ്ഞുതരാം, ക്ലെൻസിങ് കാര്യങ്ങളെല്ലാം. കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ എന്തായാലും ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അല്ലേ. അപ്പൊ അത്യാവശ്യം വേണ്ടി വരുമല്ലോ എന്തായാലും, അതൊരു ആദ്യത്തെ മര്യാദയാണല്ലേ. അപ്പൊ സെക്കൻഡും ഹൈഡ്ര തന്നെ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ എന്തൊക്കെയോ വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ രണ്ടാമത് ചെയ്യാൻ പോണത്. സോ എന്താന്ന് എനിക്കും അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഹൈഡ്ര കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഓക്സിജനേറ്റിങ്, അതായത് നമ്മുടെ സ്കിന്നിൽ ഓക്സിജന്റെ ഇത് കുറവായിരിക്കും ചിലർക്ക്. മേക്കപ്പ് ഒക്കെ ഒരുപാട് ചെയ്യുന്നവർക്കാണ് ആ ഒരു പ്രശ്നമുള്ളത്. നോർമൽ സ്ക്രബ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ സ്കിന്നൊന്ന് ഓക്സിജനേറ്റിങ്, നോർമലി ഓക്സിജനോ ഫേഷ്യൽ എന്നാണ് അതിന് പറയുന്നത്. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഹൈഡ്ര ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഹൈഡ്രയുടെ തന്നെ ഒരു സെക്കൻഡ് സിറ്റിങ്ങിനാണ് വന്നിട്ടുള്ളത്. സോ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ സ്മിത ചേച്ചി പറഞ്ഞു തരും. പിന്നെ എൻ്റെ ആഫ്റ്റർ എങ്ങനെയാണ് എൻ്റെ എഫക്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്സിജനോ ഫേഷ്യലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്സിജനേറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്താണ് ഓക്സിജനേഷൻ കൊടുക്കുന്നത്. ചെറിയൊരു എന്താ പറയുക, സ്ക്രബിങ് പോലെ അല്ലേ, സ്കിന്ന് നല്ല സ്മൂത്ത് ആവും. ഒരു പോളിഷിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നല്ലതാണ്. നമ്മളിപ്പം RF ആണ് കൊടുക്കുന്നത്. RF നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം ഇടുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാനും അതിൻ്റെ ഒരു എന്താ പറയുക എഫക്റ്റ് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് RF യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്കാർസ് ഒക്കെ ഉള്ള ഫേസ് ആയതുകൊണ്ട് RF കൊടുക്കുന്നത് എന്തുകൊണ്ടും കുറച്ച് ബെറ്ററാണ്. അങ്ങനെ ഹൈഡ്ര കഴിഞ്ഞു, ത്രെഡൊക്കെ ചെയ്തു, സുന്ദരിയാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനിതിന് പറയുന്നത് ഇപ്പൊ ഫോർമാലിറ്റി ആയി പോകും. ആക്ച്വലി ഇപ്പൊ എന്റെ സ്ഥിര സ്ഥാപനം പോലെയായി, എന്റെ സ്ഥാപനം പോലെ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. കാരണം കുറേ സ്ഥലത്ത് ഹൈഡ്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ ഹൈഡ്ര ചെയ്യാൻ വരുമ്പോൾ എല്ലാ ക്ലയന്റിനോട് എനിക്ക് പറയേണ്ടത് ഹറിബറിയായിട്ട് വന്നിട്ട് പോവാന്ന് വിചാരിക്കരുത്. കാരണം കുറേ ടൈം എടുത്ത് റിലാക്സ് ചെയ്ത് കുറേ സാധനങ്ങളുണ്ട്, ഭയങ്കര ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ആ ഒരു കറക്റ്റ് എന്താണോ എടുത്താലേ അതിൻ്റെതായ ഒരു മാറ്റം നമുക്ക് വരത്തുള്ളൂ. ഇല്ല പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഹൈഡ്ര മാത്രമാണ് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ബേസിലാണ് ചെയ്യുന്നത്. ഒരു സ്കിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിന് പ്രശ്നങ്ങളുള്ളത് അതെല്ലാം നോക്കിയിട്ട് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. സാറൊക്കെ എന്ത് തോന്നുന്നത്? നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് എടുക്കുന്ന സമയത്തും എന്നോട് പറയും ഇത് എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ ഇതൊരു ക്ലിനിക്കിൽ പോകുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പറയും, ആ ട്രീറ്റ്മെന്റ് ചെയ്യും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും
സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലൈന്റ് ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ വേണ്ടി പോവലുണ്ട്. പക്ഷെ നമുക്കറിയില്ല നമ്മുടെ ഫേസിൽ എന്താ ചെയ്യുന്നത്. പക്ഷെ സ്മിത ചേച്ചി നമുക്ക് കറക്റ്റ് ഓരോ എക്യുപ്മെന്റ്സ് എടുക്കുമ്പോഴും എന്താണ് അതിന്റെ യൂസ് എന്നും അത് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്നൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിന് ശേഷം അത് ചെയ്യുന്നത് കേട്ടോ. അതെന്താ വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള മാറ്റം, എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം നമുക്ക് അറിഞ്ഞാലല്ലേ കുറച്ചൊരു ഇത് വരത്തുള്ളൂ. അതുപോലെ തന്നെ എന്റെ ഭയങ്കര ഹാപ്പി എന്താണെന്ന് വെച്ചാൽ എന്റെ ഫേസിൽ കുറച്ച് ഇങ്ങനെ പിഗ്മെന്റേഷൻസ് പാട് കാറൊക്കെ ഉണ്ട്. സോ എന്നോട് സ്മിത ചേച്ചി പറഞ്ഞു എന്റെ ഫേസിലെ പാടുകൾ എന്തായാലും മാറ്റിയിട്ടേ വേറെ വഴിയുള്ളൂ. അതത്രേ ഉള്ളൂ. എന്തായാലും ഒരു ചലഞ്ചായിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി കസ്റ്റമർ ആട്ടോ. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വന്നു എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പൊ ഈ സെക്കൻഡ് സീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ആ പാടുകൾ നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും എനിക്ക് പാടുകളാണ് ഇങ്ങനെ പോവാൻ ടൈം എടുക്കുന്നത്. പക്ഷെ ഇതെനിക്ക് ഇപ്പൊ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഫേസിൽ ഒരു സ്കിന്നിനൊരു ഗ്ലോ വന്ന പോലെ ഒരു സ്കിന്നിനൊരു മാറ്റം ഒരു ഫീൽ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി കസ്റ്റമറാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചിയോട് എനിക്കിപ്പോ പേഴ്സണലി താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് എനിക്ക് ആഫ്റ്റർ എഫക്ട് എനിക്ക് പറയണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് ഹൈഡ്ര ചെയ്യാം. അതാണ് ഹറിബറിയായിട്ട് വരരുത്. ടൈം എടുത്ത് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരിക. അത്രോ ഉണ്ട് പ്രൊസീജിയേഴ്സ്. ടൈം എടുത്ത് റിലാക്സ് ചെയ്തിട്ട് വരിക. കാരണം എന്തായാലും നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്തായാലും നഷ്ടമാണ്. സോ ഹൈഡ്ര എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇത് തന്നെയാണ് കേട്ടോ. കാരണം അത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.